ഹലോ മുത്തുമണീസ്, എൻ്റെ സ്വന്തം അനിയനിയത്തിമാരെ, മക്കളെ എല്ലാവരും ഹാപ്പി അല്ലേ? എന്തോന്ന് ഹാപ്പിയാണ് സാർ. ടെൻഷൻ SLC ആലോചിച്ച് എന്നും ടെൻഷനാണ്. മക്കളെ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ പരിശ്രമിക്കാം കേട്ടോ. ചിലർ നല്ല ഫാസ്റ്റൊക്കെ ആയിട്ട് പോകണം, ചിലർ എന്ത് ചെയ്യും, നമ്മുടെ ഓട്ടോറിക്ഷയിൽ പോകും, ചിലർ ബൈക്കിൽ പോകുന്നവരുണ്ടാകും, ചിലർ കാറിൽ പോകുന്നവർ, ചിലർ ഫ്ലൈറ്റിൽ, ചിലർ ട്രെയിനിൽ, എങ്ങനെ പോയിക്കോട്ടെ. നമുക്ക് പറ്റുന്ന പോലെ നടന്ന് വരിക, മെല്ലെ വന്നാൽ മതി കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സമയമെടുത്ത് പഠിച്ചു വരിക കേട്ടോ. അല്ലാതെ കുറേ ടെൻഷൻ അടിച്ചിട്ട് അവനിങ്ങനെയാണ് ഇവനിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കുള്ള മാർക്കും കൂടി ഇല്ലാതെയാവും കേട്ടോ. പതിയെ വന്നോ, നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. നിങ്ങൾക്ക് സമയമെടുത്ത് ഒരു കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ ആ കൺസെപ്റ്റ് മനസ്സിലാവുന്നവരെ കുറച്ചൊക്കെ ഇരുന്ന് പഠിച്ച് റെസ്റ്റൊക്കെ എടുത്ത് പഠിച്ചു വാ. അതും മതിയടാ, അത് മതി. അങ്ങനെ പഠിച്ചവരെ എന്ത് ചെയ്യുള്ളൂ, എവിടെയെങ്കിലും എത്തുള്ളൂ. നമ്മൾ പോണവർ പോയിക്കോട്ടെ, വന്ദേ ഭാരത് പോണ പോലെ പോണവർ പോട്ടെ. നമ്മൾ പതുക്കെ വരെ, നമ്മളെ മുന്നിൽ ഇഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ. ഓക്കെ, ടെൻഷൻ ആവരുത് മക്കളെ, കൂളായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഒരു പ്രശ്നമില്ല. നമ്മൾ ഇത് വലിയൊരു സംഭവം ഒന്നല്ല SLC എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ലൈഫ് അവസാനിക്കുന്നൊന്നുമില്ല. പക്ഷെ എന്താണത്, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പം നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട്, നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടാണ് എനിക്ക് എന്ത് ചെയ്ത് ഇത്ര മാർക്ക് കിട്ടിയത്. അത് എത്ര ആയിക്കോട്ടെ, ഫുൾ A+, 8A+, 9A+, 2A+, എന്തോ ആയിക്കോട്ടെ. പക്ഷേ എൻ്റെ മാക്സിമം എഫേർട്ട് കൊണ്ടാണ് എനിക്ക് ആ മാർക്ക്, അത് പറയാൻ പറ്റണം മക്കളെ. അപ്പോഴേ നമ്മുടെ ലൈഫിൽ വിജയിക്കുള്ളൂ കേട്ടോ. എന്തൊരു കാര്യം, ഇനിയിപ്പോൾ SLC മാത്രമല്ല, എന്തൊരു കാര്യം നിങ്ങളെ ഏൽപ്പിച്ചാലും അതിന് മാക്സിമം എഫേർട്ട് കൊടുത്ത് നിങ്ങൾ ചെയ്യണം. എന്നിട്ട് പറയണം, എൻ്റെ മാക്സിമം എഫേർട്ടാണ് അതിലുള്ളത്. അത് നല്ലതാവാം ചീത്തയാവും, എന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്തിട്ടുണ്ട്, മാക്സിമം എഫേർട്ട് അതിലിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഞാനൊരു 7 ദിവസത്തെ ചലഞ്ചുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നുമക്കളെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ആം ചലഞ്ച് അക്സെപ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, ചലഞ്ച് അക്സെപ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മക്കൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ എക്സാം അല്ലേ, നമുക്ക് എല്ലാവർക്കുമായിട്ടാണ് ഈ എക്സാം നടത്തുന്നത്. അപ്പോൾ സാർ ചോദിക്കും, സാർ ഇത് ലക്ഷ്യ ബാച്ചിലെ സ്റ്റുഡൻസിന് മാത്രമാണോ? അങ്ങനെയല്ല മക്കളെ, ലക്ഷ്യ ബാച്ചിലെ സ്റ്റുഡൻസിനും എല്ലാവർക്കും ഈ ഒരു എക്സാം എഴുതാം. ലക്ഷ്യ ബാച്ചിൽ ഓൾറെഡി നമ്മൾ എക്സാമുകളൊക്കെ നടത്തി സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇത് നമ്മൾ എന്താണ്, എല്ലാവർക്കുമായിട്ടൊരു എക്സാം നടത്താൻ കൊടുക്കുകയാണ്. ഓക്കെ, എക്സാം എന്ത് ചെയ്യാണ്, എഴുതാൻ പോവുകയാണ്. എങ്ങനെയാണ് എക്സാമിൻ്റെ കാര്യങ്ങൾ? ഫ്രീ ആയിട്ടാണ് ഈ എക്സാമുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രീ എക്സാംസ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, എക്സാം എഴുതാം. ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞതാണ്. ഞാരെങ്കിലും ആ വീഡിയോ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് ആ വീഡിയോ കാണാം. 2 ചാപ്റ്റേഴ്സാണ്, മാത്സിലെ അരിത്തമെറ്റിക് സീക്വൻസും കെമിസ്ട്രിയിലെ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞ ആ ചാപ്റ്റർ കേട്ടോ. എങ്ങനെയായിരിക്കും നമ്മുടെ എക്സാം വരുന്നത്? നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് ഈ വരുന്ന മൺഡേ ആണ് കേട്ടോ, 26/5/2025. ഈ വരുന്ന മൺഡേ ആണ് നമ്മുടെ എക്സാം വരുന്നത്. ഓക്കെ, എങ്ങനെയായിരിക്കും? 20 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും. 2 കമ്പൈൻഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ആദ്യം മാത്സ് ഒരു 10 മാർക്കിനും അതുപോലെ തന്നെ കെമിസ്ട്രി ഒരു 10 മാർക്കിനും. നിങ്ങൾ ആ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തോ എന്ന് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സെറ്റാണ്. പിന്നെന്താ, 1 hour ടൈം ആയിരിക്കും ഉണ്ടാവുക. 5:30 നമ്മൾ മൺഡേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഒരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കാണിച്ചു തരും. ആൻസർ കീ എവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീഡിയോൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്രീ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. SLCയുടെ ഫ്രീ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ ജോയിൻ ചെയ്ത് ഇപ്പോഴേ വെച്ചേക്കാം. ഓക്കെ, ഇനി മൺഡേ ഈ ഒരു 5:30 ശേഷം നിങ്ങൾ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് ഒരു 6-7 മണിയാകുമ്പോൾ ആ കമ്മ്യൂണിറ്റിയിലായിരിക്കും നിങ്ങളുടെ ആൻസർ കീ വരിക. അപ്പോൾ ആരാണ് വാല്യുവേറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെയാണ് വാല്യുവേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എഴുതിയ എക്സാം നിങ്ങളെ തന്നെ എന്ത് ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാറേ ഫുൾ മാർക്ക് ഇട്ടാൽ പോരെ? അങ്ങനെ ഇടാണ് കിട്ടോ. നിങ്ങൾ തന്നെ ചതിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ചതിച്ചോളൂ. ഭാവിയിൽ എന്തായാലും പറ്റില്ലല്ലോ. ആത്മാർത്ഥമായിട്ടുള്ള മാർക്ക്. ഇതുകൊണ്ട് ആരും വലിയ ആളൊന്നും ആവില്ല. ഇതിൽ ഫുൾ മാർക്ക് വാങ്ങി എഴുതിയിട്ട് നമുക്ക് SLCയിൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള മാർക്കായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അന്ന് വരുന്ന, അതായത് മൺഡേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരുന്ന വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മാർക്ക് ആത്മാർത്ഥമായിട്ട് കമൻറ്റ് ചെയ്യും വേണം. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മളുടെ എന്തുണ്ടാവുക, നമ്മളുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ആദ്യം മൺഡേ എക്സാം 20 മാർക്കിൻ്റെ എക്സാം 1 hour ടൈം നിങ്ങൾ തന്നെ വെച്ച് എഴുതുക. നിങ്ങൾ തന്നെ വെച്ച് എഴുതിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ വാല്യൂ ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് അതിനനുസരിച്ച് കുറയ്ക്കുക. നിങ്ങൾക്ക് ആൻസർ കീ ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്കിൽ എന്ത് ചെയ്യും, അവൈലബിൾ ആയിരിക്കും. സെറ്റല്ലേ? ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുക, മൺഡേ 5:30 വരുന്ന നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം എത്ര മാർക്ക് കിട്ടി. അതുപോലെ തന്നെ അടുത്ത ആഴ്ചയും ഇതേപോലെ 2 ചാപ്റ്റർ ആയിട്ട് ഞാൻ വരും. അതുപോലെ തന്നെ അതിൻ്റെ എക്സാം അടുത്ത ആഴ്ച. അങ്ങനെ നമ്മൾ ഓണം എക്സാം വരെ എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ ഓരോ വീക്ക് വെച്ച് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും തീർക്കും.
ഓക്കെ, സെറ്റല്ലേ മക്കളെ? അപ്പോൾ നിങ്ങൾ തരുന്ന പിന്തുണയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ചാലഞ്ച് ഇനിയും അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ തുടങ്ങും. ഇനി കുറച്ച് സമയമേ ഉള്ളൂ, ആ ഒരു സമയം തന്നെ മതി സത്യത്തിൽ ഈ 2 ചാപ്റ്ററും പഠിച്ചു തീർക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത് 1.5 മണിക്കൂർ സമയം വെച്ച് പഠിക്കാനൊക്കെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടംപോലെ ഒരുപാട് നമുക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഓരോ ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ വെച്ചിട്ട് ബെല്ലൈക്കണൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, അനേബിൾ ചെയ്ത് വെക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്പുകളും ട്രിക്കുകളായിട്ടുള്ള ഓരോരോ ഭാഗങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, വീഡിയോസ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു എക്സാമിന് റെഡി എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ റെഡിയാണ് ഈ എക്സാമിന്, ഈ ഒരു മൺഡേ നടക്കുന്ന എക്സാമിന് നിങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നുമക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, റെഡി എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മൺഡേ കാണും വരേക്കും ബൈ ബൈ.